ശ്രീ ജലീൽ പുനലൂർ, അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം. PCR സി ദാവൂദ്, ഒരുപക്ഷെ കേരളത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുഖമാണ് സി ദാവൂദ്. അദ്ദേഹത്തിൻ്റെ വളരെ കുപ്രസിദ്ധിയാർന്ന ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ നിരീക്ഷണങ്ങളും കുപ്രസിദ്ധമാണ്, എന്നാൽ വളരെ കുപ്രസിദ്ധിയാർന്ന ഒരു നിരീക്ഷണമുണ്ട്. ആ ഓഡിയോ ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. PCR ഒരാൾ വർഗീയവാദിയാണ് അല്ലെ തീവ്രവാദിയാണ് വേറെന്തോണ് അങ്ങനെ ഇതെല്ലാം വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പരാമർശങ്ങളാണ്. ഒരു ലളിതമായ ഉദാഹരണം, സ്കൂളിൽ പഠിക്കുമ്പോൾ ഭഗത് സിംഗ് പഠിച്ചിരുന്നു. ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ എന്താണ് ഷഹീദ് ഭഗത് സിംഗ് ആണ് പറയുന്നത്. ധീരദേശാഭിമാനി കോപ്പിയൊക്കെ എഴുതി പഠിക്കും നമ്മൾ. അത് തെറ്റിപ്പാലി പോസ്റ്റൊക്കെ എഴുതി. പുള്ളിക്കാരൻ എന്താ പരിപാടി? പുള്ളിക്കാരൻ പിന്നെ ഒരു കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. മനസ്സിലായില്ലേ? ഒരു മജിസ്ട്രേറ്റിന്റെ കൊല്ലാൻ വേണ്ടിയിട്ട് കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. അതിന്റെ പേരിലാണ് അങ്ങനെ തൂക്കിക്കൊന്നത്. അപ്പോ അയാൾ എന്ത് പറഞ്ഞിട്ടാണ് തൂക്കിക്കൊന്നത്? അയാള് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാളെ തൂക്കിക്കൊന്നത്. പക്ഷെ 1947 August 15 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കഴിഞ്ഞപ്പോ കലണ്ടറിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായപ്പോൾ അയാൾ ധീരദേശാഭിമാനിയായി. അപ്പൊ 1947 August 15 മുമ്പ് അയാൾ എന്തായിരുന്നു? അയാൾ ഭീകരവാദിയായിരുന്നു, തീവ്രവാദിയായിരുന്നു, കുഴപ്പക്കാരനായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ 40 August 15 കഴിഞ്ഞപ്പോ അയാൾ ഷഹീദായി, ധീരദേശാഭിമാനിയായി, അങ്ങനെ പലതും. അപ്പൊ ഒരു കലണ്ടർ മാറ്റത്തോടു കൂടി ഒരാൾക്കെതിരെയുള്ള ആക്ഷേപത്തിൽ മാറ്റം വരികയാണ്. അത്രേ ഉള്ളൂ. ഈ പ്രതികരണത്തിന് വഴി തുറന്ന ചോദ്യമാണ് ഏറ്റവും തമാശ. ഒസാമ ബിൻ ലാദനെയും സി ദാവൂദിനെയും താരതമ്യം ചെയ്ത് ഒരാൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇതാണ് മനസ്സിലിരിപ്പ്. അത് മാത്രമല്ല, ശ്രീ ജലീൽ പുനലൂർ ഇന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി, നിങ്ങളും വരണം, നിങ്ങളും ഈ കോൺഗ്രസും ഒത്തൊരുമിച്ച് നിൽക്കണം, എന്നിട്ട് BJPയെ തറ പറ്റിക്കണം, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു ആഹ്വാനമുണ്ട്, അതിൽ പ്രതികരണം വേണം. രണ്ടാമത്തേത്, ശ്രീ ഹബീബ് ചേന്ദമംഗലൂർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുണ്ട്. ഈ മൗദൂദി മുന്നോട്ട് വെച്ച ജൈവാസ്തിത്വം, അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ഈ മാനവ എന്താ പറയുക, രാശിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലേക്കും കടന്നു ചെല്ലണം ജമാഅത്തെ ഇസ്ലാമി. അതിന് ഏതൊക്കെ രൂപങ്ങൾ സ്വീകരിക്കാമോ അതിലൂടെയൊക്കെ കടന്നു ചെന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൂടുതൽ ശക്തി ഉണ്ടാക്കുക, അതുവഴി രാഷ്ട്രീയമായും സാംസ്കാരികമായും എല്ലാ മേഖലകളിലും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനം ഉണ്ടാക്കുക. അപ്പോൾ ബാലൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരനാവേണ്ട ആഭ്യന്തരമന്ത്രി ആ തലച്ചോറ് പേറുന്ന ഒരാളായാലും മതി. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഉടപിടിക്കുന്ന രീതിയിലാണോ കേരളത്തിൻ്റെ പോക്ക്? അങ്ങ് വളരെ ഗൗരവമായ ഒരു വിപത്ത് തന്നെയാണ് മുന്നിലുള്ളത്. ആ രീതിയിലുള്ള ഒരു ഗൗരവം ഇടതുപക്ഷത്തിനുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് ഇനി ആസന്നമായിട്ടിരിക്കുക. 2-2.5 മാസമേ ഉള്ളൂ. ഈ 2.5 മാസക്കാലം 4-5 പേരിങ്ങനെ ജനം ടിവിയിൽ കൂടിയിരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എന്തോ പർവ്വതം കണക്കെ ഒരു മഹാസംഭവമാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനിടയ്ക്ക് കുറെ ഖുർആനിക ആയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മുസ്ലിങ്ങളുടെ ആപ്തവാക്യവും ഒക്കെ ഉരുവിട്ടുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തിനും അതിലൂടെ ഇടതുപക്ഷത്തിനും അതുപോലെ മതേതര സമൂഹത്തിനും അല്ലെങ്കിൽ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എതിരായിട്ടൊക്കെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഒരു ധ്രുവീകരണം സൃഷ്ടിക്കാം എന്നുള്ളതാണ് അജണ്ട എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഓക്കെ പറഞ്ഞുതരാം. മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർക്കോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ പരസ്പരം തങ്ങൾ ആരാണെന്ന് ക്ലാസ് എടുക്കാൻ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആരും യോഗ്യരല്ല. നമ്മൾ ക്ലാസ് എടുത്തിട്ട് അവരെ ഒന്നും പഠിപ്പിക്കാനും ഇല്ല. ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് പരസ്പരം കൊണ്ടും കൊടുത്തും ഭഗവത്ഗീത എന്താണെന്നും ബൈബിൾ എന്താണെന്നും വിശുദ്ധ ഖുർആൻ എന്താണെന്നും പ്രവാചകൻ ആരാണെന്നും ഒക്കെ പരസ്പരം തിരിച്ചറിഞ്ഞ ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്തോ മഹാസംഭവം. ആരാ പറഞ്ഞേ? ജാമിദ ടീച്ചർക്ക് ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭവമായിരിക്കും. എന്റെ അറിവിൽ അവരൊക്കെ വന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി കൂടാ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ 15,500 മദ്രസയുണ്ട്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ 10,000-കണക്കിന് മദ്രസയുണ്ട്. മഹാസംഭവം എന്നല്ല പറഞ്ഞത്, മഹാവിപത്താണെന്നാണ് പറഞ്ഞത്. ഈ മദ്രസകളിൽ എനിക്ക് 6 വയസ്സുള്ളപ്പോ 1-ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചതാ. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പുത്തൻവാദികൾ അപകടകാരികളാണ്. അവരെ കണ്ടാൽ സലാം പറയരുത്. കാരണം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടാൽ പറയേണ്ടതാണ് അസ്സലാമു അലൈക്കും, നിനക്ക് ദൈവത്തിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന്. ജമാഅത്തെ ഇസ്ലാമിയെ കണ്ടാൽ സലാം പറയരുതെന്ന് പഠിപ്പിച്ച മുസ്ലിം ഭൂരിപക്ഷ സംഘടനകളുള്ള നാടാണ് ഈ കേരളം.
അതുപോലെ തന്നെ അവരുടെ മയ്യത്ത് നിസ്കരിക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ പറയുന്നു അവരെന്തോ കേരളത്തിന്റെ വളക്കൂറുള്ള എന്ത് മണ്ണാങ്കട്ടിയാ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റിയ. എന്റെ മണ്ഡലത്തിൽ നിങ്ങൾ വരും 100 വോട്ട് എന്റെ മണ്ഡലത്തിൽ എണ്ണിപ്പറക്കാൻ അവർ കേട്ടില്ല. കേരളത്തിൽ എവിടാ 100 വോട്ടിൽ കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളേ? അവർ കുറെ കാലം കൊണ്ട് ഇങ്ങനെ കുറെ പത്രം നടത്തുന്നു. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ശ്രീ ജലീൽ? ഇന്ന് CPM-ന്റെ പാലക്കാട് ജില്ലാ ഘടകം തന്നെ പറഞ്ഞു ബാലൻ വാ തുറക്കരുത്, പാർട്ടി തോറ്റുപോകുമെന്ന്. പിന്നെ എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഇത് ജമാഅത്തെ ഇസ്ലാമിനെ വലിയ സംഭവമാക്കുന്നത് ഞങ്ങളോ ഈ പാനലിസ്റ്റുള്ള മറ്റാളുകളോ അല്ല, ഇടതുപക്ഷവും വലതുപക്ഷവും കൂടിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ബാലൻ ഒരു പ്രതികരണം നടത്തിയപ്പോൾ ആദ്യം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. ഇത് ആരാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ ഒരു പർവ്വതീകരിച്ച് ഒരു വലിയ സംഭവമാക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ ഇതൊരു വിപത്താണെന്നാണ്. ഞാൻ അതിന്റെ കൃത്യമായി തന്നെയുള്ള അവരുടെ ഭരണഘടനയൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വരുന്നത്. അല്ല, താങ്കളോട് ഞാനൊന്ന് ചോദിച്ചോളട്ടെ. ഇവിടെ ഇപ്പൊ താങ്കൾ പറയുന്നു അവരുടെ ഭരണഘടന അപകടകരമാണ്. ഇവിടെ അതിനു മുമ്പ് പ്രസംഗിച്ചവർ മുഴുവനും പറഞ്ഞു ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വളരെ അപകടകരമാണ്. ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയാണോ? നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ആരാണ്? മോഡിജി അല്ലേ? മൗദൂദിയുടെ പുസ്തകത്തിന്റെ മുഖാവരണം അല്ല, താങ്കൾ പറഞ്ഞപ്പോ ഞാൻ അതേ പറഞ്ഞില്ല. മൗദൂദിയുടെ പുസ്തകം ഇവിടെ ആരംഗീകരിക്കുന്നു? മൗദൂദിയുടെ പുസ്തകം അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. മൗദൂദിയുടെ പുസ്തകം അംഗീകരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയെടുത്ത ആളാണ് ജാമിദ ടീച്ചർ. ജലീൽ പുനലൂർ അങ്ങനല്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്തതിയാണ്. നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങളെ പോലുള്ള ആളുകളെ ഈ നാട്ടിൽ സംഭാവന ചെയ്തത് മൊത്തം ജമാഅത്തെ ഇസ്ലാമിയാണ്. അതേസമയം ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ കണ്ടാൽ ബാക്ക്ഗ്രൗണ്ട് വന്ന ആള് തന്നെ പറയുന്നു ശ്രീ ജലീൽ, പിന്നെ അങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ കാര്യങ്ങളാണ് പറയുന്നത്. ജാമിദ ടീച്ചറിനെ പോലെയുള്ള വിപത്തുകളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി. ജാമിദ ടീച്ചർ അങ്ങനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യരുത് ശ്രീ ജലീൽ, അതെനിക്ക് ഇടപെടേണ്ടി വരും. വ്യക്തിപരമായിട്ട് വേണ്ട, ഇത് തുറന്ന ചർച്ചയാണ്. വേണ്ടി കുറെ ഹദീസും ഖുർആന്റെ തുണ്ടെടുത്തോണ്ട് വരും. ഇതെങ്ങാണ് ഇവിടുത്തെ ഹൈന്ദവ വസ്തുനിഷ്ഠമായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കരുത് ശ്രീ ജലീൽ. ജാമിദ ടീച്ചറെ, എന്റെ തൊട്ടടുത്ത പ്രദേശമായ എരുമേലി പള്ളിയുടെ മുമ്പിൽ ഒന്ന് വന്ന് നോക്കണം. നല്ല ശുദ്ധ വിശ്വാസികളായ ഹൈന്ദവ സഹോദരങ്ങൾ ആ പള്ളിക്ക് ചുറ്റും നിങ്ങളുടെ ഭാഷയിൽ തവാഫ് ചെയ്യുന്നുണ്ട്, ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. അവർക്ക് അറിഞ്ഞൂടെ ഇവിടുത്തെ ഇസ്ലാം എന്താണെന്ന്, ഇവിടുത്തെ പ്രവാചകൻ എന്താണെന്ന്. ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാൻ പറയാം. വെൽഫെയർ പാർട്ടിക്ക് രജിസ്ട്രേഷൻ കൊടുത്തയാരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്, അല്ല ഞങ്ങളല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് രജിസ്ട്രേഷൻ കൊടുത്തതാരാ? ജലീൽ പുനലൂര? അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളാലെ ഇടതുപക്ഷമാ? കേന്ദ്രം ഭരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ വയ്യ? അപ്പൊ ഒരു ചുക്കും ചെയ്യാൻ വയ്യ. കേരളത്തിലെ ബഹുസ്വര സമൂഹത്തിനിടയിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയെ ഉയർത്തിക്കാട്ടിയിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്തോ ഒരു വലിയ ആപത്ത് വരാനിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഈ അങ്ങനെയെങ്കിൽ അത് AK ബാലനല്ലേ അത് മുന്നോട്ട് വെച്ചത്? അപ്പൊ AK ബാലന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നോ? ഒരു നിമിഷം, ശ്രീ ജാമിദ ടീച്ചറുടെ മറുപടി കൂടി കഴിഞ്ഞ് ഞാൻ ശ്രീ ശംഖുവിലേക്ക് പോവാം. ശ്രീ ജാമിദ ടീച്ചർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പറയാൻ ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്, പാർട്ടി സെക്രട്ടറി. സാഹിബേ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിട്ട് തന്നെ വേണ്ട മതസംഘടനയ്ക്ക് വേണ്ടി വാദിക്കലേ. മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള KM ഷാജിയുടെ വിവാദ പ്രസംഗം താങ്കൾ കേട്ടിരുന്നോ? താങ്കളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഇട്ടാവട്ടത്തെ ആളുകൾ അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം മതം എന്താണെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ വിഷാംശമായിട്ടുള്ള പരാമർശങ്ങൾ, നിങ്ങളെ പോലെയുള്ളവരുടെ മൗനമാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ. ഇസ്ലാമിയുടെ രൂപമാണ് എന്ന് തെളിയിക്കുക. ഏതാണ്ട് ഒരേ മുഖമാണെന്ന് തെളിയിക്കുവാണ് സാഹിബേ. ഇത് പറയുമ്പോൾ താങ്കൾ എന്താണ് പ്രകോപിതനാകുന്നത്? താങ്കൾ വൈകാരികമായിട്ട് പറഞ്ഞില്ല. ഇതെന്റെ സമയമല്ലേ? വലിയ ഒരു തീവ്രവാദ ശക്തിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാലൊന്നും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ജലീൽ, എനിക്കൊരു സംശയം, ഒരു സാധാരണക്കാരന്റെ സംശയമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ, പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ ഈ ഇസ്ലാം മതത്തെ മൊത്തത്തിൽ എന്തിനാണ് കാണുന്നത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി മുന്നോട്ട് വെച്ച ജൈവാസ്തിത്വം ഇത് തന്നെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു സാധനമില്ല, പകരം ഇസ്ലാം മൊത്തമാണ്. കാരണം ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറഞ്ഞാണ് ഇവർ ഈ പ്രബോധനം നടത്തുന്നത്. അപ്പോൾ ആരാണ് ഈ ഇത്തരത്തിലുള്ള നരേറ്റീവ് കൊണ്ടുവരുന്നത്?
യെസ് ഫസൽ പറയൂ. ജമാഅത്തെ ഒരു ഇസ്ലാമി മിനിറ്റ്, ഒരു മിനിറ്റ്. പറയുന്നതല്ല ഇസ്ലാമിന്റെ സന്ദേശം. ഒരു മിനിറ്റ്. ഇസ്ലാമിന്റെ സന്ദേശം വിശുദ്ധ ഖുർആനും ഹദീസും ഉണ്ട്. അതങ്ങ് നോക്കിയാൽ മതി. അത് നോക്കിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്നും ജമാഅത്തെ ഇസ്ലാമി എന്നും ഒക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു വെകിളി വരുന്നുണ്ട്. അല്ല, ഞങ്ങൾക്കൊന്നും മനസ്സില്ല. അദ്ദേഹത്തിന് തീരെ പറ്റുന്നില്ല. അസഹിഷ്ണുതയാണ് സാഹിബേ ഇത്. അല്ല ശ്രീ ജലീൽ, സാഹിബേ ഇതിന്റെ പേരാണ് അസഹിഷ്ണുത. ഒരു മിനിറ്റ്. ശ്രീ ശംഖു സംസാരിക്കാൻ സമ്മതിക്കൂ. ശ്രീ ശംഖുവിലേക്ക് പോകേണ്ടതുണ്ട് എനിക്ക്. ഒരു നിമിഷം. സംസാരിക്കാൻ സമ്മതിക്കൂ. ആ